അപ്പൊ നാളെ സൂര്യയുടെ കരിയറിലെ മോസ്റ്റ് ഹൈപ്പഡ് മൂവി ആയിട്ടുള്ള കങ്കുവ റിലീസ് ആവുകയാണ്. എന്താണ് ആറാട്ടിന് പറയാനുള്ളത്? ബാലസ്റ്റാറിന്റെ ബ്രദറാണ് ആ പടം ഡയറക്റ്റ് ചെയ്യാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ശിവ. കങ്കുവയുടെ ട്രെയിലർ കണ്ടു. ഒരു പ്രത്യേകതര ഫിലിമാണ്, ഇതുവരെ കാണാത്ത പടമാണ്. പിന്നെ സൂര്യയുടെ കാര്യം പറഞ്ഞാൽ വിജയുടെ ലെവലിലേക്ക് സൂര്യ പോവുകയാണ്. വിജയ് ഇപ്പോൾ സിനിമ കിട്ടോടെ സൂര്യ ആ ലെവലിലേക്ക് പോവുകയാണ്. സൂര്യ നല്ലൊരു മനുഷ്യൻ, നല്ലൊരു ആക്ടറുമാണ്. എന്തായാലും വൻ പ്രതീക്ഷയാണ്, ഒരുപാട് ഹൈപ്പ് ഉണ്ട്. എന്തായാലും നല്ല പ്രതീക്ഷയുള്ള ഫിലിമാണ്. ഞാൻ കണ്ടിട്ട് റിവ്യൂ പറയാം. എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു എല്ലാ പടം മോശമായാൽ തന്നെ റെക്കോർഡ് ഇനീഷ്യൽ 2-3 വർഷത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ വെച്ച് കവർ ചെയ്യും. ഹിറ്റ് നന്നായിട്ട് വരികയാണെങ്കിൽ ഏറ്റവും വലിയ ഹിറ്റായിരിക്കും. ഇതിലുള്ള എല്ലാ സിനിമയുടെ റെക്കോർഡും പൊട്ടി. ജയിലറിന്റെയും ഇത് നന്നായിട്ട് വരും. പടം നന്നായിട്ട് വരികയാണെങ്കിൽ എല്ലാ സിനിമയുടെ റെക്കോർഡ് പൊട്ടി. ഇന്ത്യയിലുള്ള ലിയോ എല്ലാം വിട്ടു. ലിയോ എന്താണ്? ലിയോ ഇനീഷ്യൽ പുള്ളും വിജയുടെ പടം കൊണ്ട് ഓടിയതാണ്. പക്ഷെ സൂര്യയുടെ ഈ പടം നന്നായിട്ട് വരികയാണെങ്കിൽ എല്ലാ സിനിമയുടെ റെക്കോർഡ് പൊട്ടിക്കും. ഇതായിരിക്കും ഏറ്റവും വലിയ ഹിറ്റാണ്. സൂര്യ വിജയ് കവർ ചെയ്യുന്ന ഫിലിമാണിത്. വിജയ് ഇപ്പൊ രാഷ്ട്രീയ സിനിമ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് പോയല്ലോ. അത് വിജയകാന്ത് മണ്ടത്തരമാണ്. വിജയ് രണ്ടും മെയിൻറ്റെയിൻ ചെയ്യാനായി. പക്ഷെ സൂര്യയെ സംബന്ധിച്ചോളം വളരെ ടേണിംഗ് പോയിന്റ് ഫിലിമാണ്. നാളെ ബാലസ്റ്റാറിനെ സംബന്ധിച്ചോളം വളരെ നല്ല ദിവസമാണ്. പുള്ളിയുടെ ബ്രദറാണ് ആ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു. ബാലസാർ എന്ന് പറയണ്ടല്ല, ബാലനെ കുറിച്ച് ബാല ഇതേപോലെ ശിവ എന്റെ ബ്രദറാന്ന് ബാല പറയുന്നില്ല. ബാല എത്രയോ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ബാല എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ ഓൺ ബ്രദറല്ലേ? ഓൺ ബ്രദറാണ്. പക്ഷെ ആ പുള്ളി നാളെ എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയോ? പുള്ളി നാളെ അതിന് എന്തൊക്കെ കാര്യം ചെയ്യുന്ന അറിയോ? എന്നോട് എത്ര ശിവയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? എനിക്ക് ബാലയെ പേഴ്സണലായിട്ട് അറിയാവുന്ന ആളാണ്. ബാല ശിവയെ കുറിച്ച് പല കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വളരെ പുള്ളി ക്ലോസ് തന്നെയാണ്. നാളെ പുള്ളി ഈ പടത്തിന് എന്തൊക്കെ ചെയ്യുന്നത് നാളെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ ഗംഗുവ കാണാൻ ബാല വരും. അതിന്റെ അതെല്ലാം സർപ്രൈസ് ആണ്. പറഞ്ഞിട്ടുണ്ട് നാളെ വരും. നാളെ സർപ്രൈസ് ആണ്. അത് പറയാൻ പാടില്ല എന്നോട് പറഞ്ഞിട്ടുണ്ട് ബാല. പറയാൻ പാടില്ല ബാല പറഞ്ഞിട്ടുണ്ട്. സർപ്രൈസ് ഉണ്ട് നാളെ. സർപ്രൈസ് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ അല്ല. സർപ്രൈസ് പൊളിഞ്ഞു പോയെന്നല്ല, നിങ്ങൾ ഉദ്ദേശിച്ച പോലെ അല്ല. ഇതാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതുക്കും മേലെയാണ്. അതുക്കും മേലെ. നിങ്ങൾ എന്താ തോന്നുന്നു ബാല കാണാതിരിക്കുമോ? ഞാൻ ആളുകളെ അത്ര പൊട്ടന്മാരാണോ? സ്വന്തം ബ്രദറിന്റെ പടം കാണാതിരിക്കും തോന്നുന്നുണ്ടോ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല പുള്ളി ചെയ്യാൻ പോവാണ്. പുള്ളി കാണുന്നത് എല്ലാവർക്കും അറിയാം. പക്ഷെ പുള്ളി നാളെ എന്താ ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങൾ ചിന്തിക്കുന്ന അപ്പുറത്താണ്. അതുക്കും മേലെയാണ്. പുള്ളി പടം കാണുമെന്ന് ഉറപ്പാണ്. അതെല്ലാവർക്കും അറിയാം. നാളെ എന്റെ ചോദ്യം തന്നെ, വനിതയ്ക്ക് നാളെ 4 മണിക്കത്തെ ഷോന് ഞാൻ ഒന്നും പറയില്ല. കുറച്ചു നേരം മുമ്പ് എല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല. ബാല വരുമെന്ന് ഉറപ്പാണ്. അത് ബാല വരുമെന്ന് ഉറപ്പാണ് ഞാൻ പറഞ്ഞിട്ടില്ല. അതേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ബാല എവിടെ വരുമെന്നും എവിടെയാ കാണുന്നു ഒന്നും ഞാൻ പറയില്ല. അത് സർപ്രൈസ് ആണ്. കാര്യമല്ലോ. ബാല കാണുമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അതെല്ലാവർക്കും അറിയാം. സ്വന്തം ബ്രദറിന്റെ സിനിമ കാണുമെന്ന് എല്ലാവർക്കും അറിയാം. അത് കൂടാതെ കുറെ സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് ആണ്. പുള്ളി എവിടെ കാണുമെന്നും അതാ കാര്യം ഞാൻ പറയില്ല. കവിത, വനിത ഞാൻ പറയില്ല. നാളെ നിങ്ങൾ വെയിറ്റ് ആൻഡ് സീ എന്ന് പറയാനുള്ളൂ. വനിതാ വിനീതയുടെ ഒറ്റ കാര്യം പറയാം, ബാല പടം കാണുമ്പോൾ കൂടെ ഞാൻ ഉണ്ടാവും. ബാലയുടെ കൂടെ അത് ഞാൻ പറയാം. ബാല പടം കാണുമ്പോൾ കൂടെ ഞാൻ ഉണ്ടാവും. ബാലയും ആറാട്ടനും കൂടി നാളെ കങ്കുവ. ബാല പടം കാണുമ്പോൾ കൂടെ ഞാൻ ഉണ്ടാവും. പക്ഷെ വേറെ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പറ്റില്ല. സീറ്റ് നമ്പർ ബുക്ക് ചെയ്തില്ല. അതൊന്നും ഞാൻ പറയില്ല. വെയിറ്റ് ആൻഡ് സീ. ബാല പടത്തിന് റിവ്യൂ എടുക്കുമ്പോ കൂടെ ഞാനും ഉണ്ടാവും. പ്രേക്ഷകരെ നിങ്ങൾ ഇത് കാണുക. ഇതാണ് എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആണ്. ബാല നാളെ പടം കാണുമ്പോൾ കൂടെ ഞാൻ ഉണ്ടാവും. എവിടെയാണ് കാണുന്നത് പറയില്ല. പറയില്ല. ഓക്കെ.